90% PCOD ഗേൾസിൻ്റെയും ധാരണ അവരുടെ മാത്രം കുഴപ്പങ്ങൾ കൊണ്ടാണ് അവർക്ക് കുഞ്ഞുങ്ങളാവാത്തത് എന്നാണ്. ഇവർ PCODക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തു നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഒരുപാട് വർഷങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടാവും, എന്നിട്ടൊന്നും ഇവർ കൺസീവ് ആവുന്നില്ല. ഇവരൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവരുടെ പാർട്ട്ണർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ എന്ന്. മിക്കപ്പോഴും PCOD ഗേൾസിൻ്റെ ഹസ്ബൻഡിൻ്റെ സെമൻ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഷോക്കിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സാണ് വരാറുള്ളത്. ചിലർക്ക് സ്പേം കൗണ്ട് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് സ്പേമിൻ്റെ മോർഫോളജിയിൽ മാറ്റങ്ങളുണ്ടാവും, ചിലർക്ക് അതിൻ്റെ മോർട്ടിലിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്ന ആൾക്കാരുണ്ട്, ചിലർക്ക് വെരിക്കോസിലിൻ്റെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ ചിലർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പം ഒരു ഹീറ്റ് എക്സ്പോഷർ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരുണ്ടാവും. അതായത് കൂടുതൽ സമയം ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുക്കിംഗ് ഫീൽഡിലുള്ള ആൾക്കാർ. ഇങ്ങനെയൊക്കെ ഷോക്കിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വരാറുള്ളത്. അപ്പോൾ ഒരിക്കലും PCODക്ക് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറുടെ സെമൻ അനാലിസിസ് ചെയ്യാതിരിക്കരുത്. അത് നിർബന്ധമായിട്ടും നോക്കേണ്ടത് അത്യാവശ്യമാണ്.